ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളുടെ സവിശേഷതകളെ പറ്റിയാണ്. ഇത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക, പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ജില്ലകളും സവിശേഷതകളും. നമുക്കറിയാം കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണ് അല്ലെ. ഈ 14 ജില്ലകൾക്കും എന്തുണ്ട്? ഓരോ സവിശേഷതകളുണ്ട്. അപ്പോൾ ആ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരമാണ്. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏതാണ്? ആലപ്പുഴയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ആലപ്പുഴയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. റിസർവ് വന പ്രദേശങ്ങളും ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായവുമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. നമ്മുടെ കേരളത്തിലുള്ള കൊല്ലം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്ന് പറയുന്നത്. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല ഏത്? ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലെ. പത്തനംതിട്ടയാണ്. മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവായി മലകളും കുന്നുകളും കാണപ്പെടുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയും ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ലയും ഏത് തന്നെയാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുപോലെ മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. സമുദ്രതീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ ഏക ജില്ല ഏതാണ്? സമുദ്രതീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. ഏതാണ്? കോട്ടയം ജില്ലയാണ്. നമുക്കറിയാം കോട്ടയം ജില്ല എന്താണ്? ജില്ലകളാൽ ചുറ്റപ്പെട്ട ഒരു ജില്ലയാണ് അല്ലെ. അപ്പോൾ ജില്ലകളാൽ ചുറ്റപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയും ഏത് തന്നെയാണ്? കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഏതാണ്? അതും ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. മലകളും കുന്നുകളും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. അപ്പോൾ സമുദ്രതീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ ഏക ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയും കോട്ടയമാണ്. വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കിയാണ്. അതുമാത്രമല്ല ഏറ്റവും അധികം മലകളും കുന്നുകളും കാണപ്പെടുന്ന ജില്ല ഏത് തന്നെയാണ്? ഇടുക്കി തന്നെയാണ്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ്? അത് വയനാടാണ് കേട്ടോ. മാറിപ്പോവരുത്. വനവിസ്തൃതി ഏറ്റവും കൂടുതൽ ഇടുക്കിയാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട് ജില്ലയിലാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല.
ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഏതാണ്? ഇടുക്കി ജില്ലയാണ്. എപ്പോഴാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത്? 1972 ജനുവരി 26-നാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ജില്ലകളുടെയും നിലവിൽ വന്ന, അതായത് രൂപം കൊണ്ട ആ ഒരു തീയതി പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ല എപ്പോഴാണ് നിലവിൽ വന്നിരിക്കുന്നത്? 1972 ജനുവരി 26-നാണ്. അടുത്ത ചോദ്യം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല തന്നെയാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല? കേരളത്തിൽ ഏത് ജില്ലയാണ് വ്യവസായവൽക്കരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്? എറണാകുളം ജില്ലയാണ് അല്ലെ. ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഏതാണ്? എറണാകുളം ജില്ലയാണ്. അപ്പോൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1972 ജനുവരി 26-നാണ് കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയും ഏതു തന്നെയാണ്? ഇടുക്കി ജില്ലയാണ്. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതായിട്ടുള്ളത് എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ലയും ഏതു തന്നെയാണ്? എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല? കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് അല്ലെ. പാലക്കാട് ജില്ലയാണ്. അതിന്റെ രണ്ടാം സ്ഥാനവും ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൽ നെല്ല് ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ്? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ലയും ഏത് തന്നെയാണ്? പാലക്കാട് ജില്ലയാണ് കേട്ടോ. ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ പാലക്കാടിൽ എവിടെയാണ്? ചിറ്റൂരിലാണ് കേട്ടോ. പാലക്കാടിൽ ചിറ്റൂരിലാണ്. അപ്പോൾ കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല പാലക്കാടാണ്. പാലക്കാടിൽ എവിടെയാണ്? ചിറ്റൂരിലാണ്. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ലയും ഏതു തന്നെയാണ്? പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ. ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും എവിടെ തന്നെയാണ്? ഈ മലപ്പുറത്താണ് കേട്ടോ. ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോടാണ്. റെയിൽവേ ലൈനില്ലാത്ത കേരളത്തിലെ ജില്ലകൾ? റെയിൽവേ ലൈനില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടുമാണ്. ഇടുക്കിയും വയനാടുമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ലയും മലപ്പുറമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോടാണ്. റെയിൽവേ ലൈനില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടുമാണ്. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഏതാണ്? വയനാട് ജില്ലയാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അല്ലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. വയനാടാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂരാണ് കേട്ടോ. ഏതാണ്? കണ്ണൂരാണ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? കേരളത്തിൽ
കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? കണ്ണൂരാണ്. അപ്പോൾ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയും വയനാടാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയും കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? കണ്ണൂർ ജില്ലയാണ്. ആദ്യത്തെ ഭിന്നശേഷി സൗഹാർദ്ദ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹാർദ്ദ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഏകദേശം 12ഓളം നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പോൾ ആദ്യത്തെ ഭിന്നശേഷി സൗഹാർദ്ദ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കാസർഗോഡാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിന്റെ ബാലൻസ് ക്ലാസ് എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.